പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്യൻകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ തുടർച്ചയായി ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേൾക്കുക, കർത്താവ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ വിജാതീയർക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും വിജാതീയർ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നും ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം യേശുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനം വഴി അവർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് അവരെ ഓർപ്പിക്കുന്ന പൗലോസിനെയാണ് ഇന്നത്തെ ആദ്യത്തെ വായനയിൽ കാണുക. യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ ജാഗരൂകരായിരിക്കുവാൻ കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ഓർത്തും വീണ്ടും യേശു പറയുന്നത്, നിങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെ ജീവിക്കുക. എപ്പോഴാണ് ഞാൻ വീണ്ടും വരിക എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കുക യേശുവിനെ ദൈവത്തിനെ സ്വീകരിക്കുവാൻ. മാത്രമല്ല, കൂടുതൽ നൽകപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കും എന്ന് യേശുനാഥൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നമ്മെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്വം യേശുനാഥൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ജീവിക്കുകയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുകയും ചെയ്ത സാഹചര്യങ്ങളെ ഓർത്ത് മനസ്തപിച്ച് ദൈവത്തിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് ഭക്തിയോടെ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യനിധിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരുടെ ശുശ്രൂഷകരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അവർണ്ണനീയമായ പരിപാലനത്താൽ അങ്ങേ പുത്രന്റെ പരിശുദ്ധയായ മാതാവിന്റെ ഭർത്താവായി വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് തിരുവുള്ളമായിരുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ഈ സംരക്ഷകനെ വണങ്ങുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ ലഭിക്കുവാൻ അർഹത നൽകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 3-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരനെ, നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളുമാണ്. ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുള്ളതെന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ്. അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. രക്ഷയുടെ കിടക്കിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിടക്കിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയെ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടെ തന്നെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിടക്കിൽ നിന്ന് ഈ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. രക്ഷയുടെ കിടക്കിൽ നിന്ന് ഈ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് നന്ദി പറയുന്നു, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കും. ജനങ്ങളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യും. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുകയും. രക്ഷയുടെ കിടക്കിൽ നിന്ന് ഈ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. കർത്താവിന് സ്തുതി പാടുകയും അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുകയും സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുകയും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യയിലുണ്ട്. രക്ഷയുടെ കിടക്കിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. എല്ലാവരും മനുഷ്യപുത്രൻ ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും. കർത്താവ് കൂടെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട്
അധികം ചോദിക്കും. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ഇത് അറിഞ്ഞുകൊള്ളുകയും കള്ളൻ ഏത് മണിക്കൂറിൽ വരുമെന്ന് ഗ്രഹനായകൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കുറ്റി തുറക്കുവാൻ അനുവദിക്കുമായിരുന്നില്ല. നിങ്ങളും ഒരുങ്ങിയിരിക്കുകയും, എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത്. പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടി? അപ്പോൾ കർത്താവ് പറഞ്ഞു, വീട്ടുജോലിക്കാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിക്കുന്ന വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, അവൻ തന്റെ സകല സ്വത്തുക്കളുടെ മേൽ അവനെ നിയമിക്കും. എന്നാൽ ആ ഭൃത്യൻ തന്റെ യജമാനൻ വരാൻ വൈകും എന്ന് ഉള്ളിൽ കരുതി യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും അടിക്കുവാനും തിന്നു കുടിച്ച് കുടുംബത്തിനാകാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷിച്ച് അവന്റെ പങ്ക് അവിശ്വാസികൾ കൂടെ ആക്കുകയും ചെയ്യും. യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനെ ഒരുങ്ങുകയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തെങ്കിൽ അവൻ ലഘുവായി പ്രഹരിക്കപ്പെടുകയുള്ളൂ. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിനേക്ക് സ്തുതി. വിശിയായ പ്രിയ സഹോദരരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിച്ചു. അമ്മ ത്രേസ്യ തൻ്റെ സഹപ്രവർത്തകരോടും സഹസന്യാസിനിമാരോടും ഇപ്രകാരം പറയുമായിരുന്നു, കർത്താവിനെ ഇനി നിങ്ങളുടെ കരങ്ങളല്ലാതെ കരങ്ങളില്ല, നിങ്ങളുടെ കാലുകളല്ലാതെ കാലുകളില്ല, നിങ്ങളുടെ കണ്ണുകളല്ലാതെ കണ്ണുകളില്ല. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ കാലുകളായി, കരങ്ങളായി, കണ്ണുകളായി, ഹൃദയങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ സന്ദേശമാണ് യഹൂദി ജനങ്ങൾ യേശുവിൻ്റെ രണ്ടാം വരവ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവത്തെ ഓർപ്പിക്കുന്നതാണ്. എന്നാൽ 2000 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും യേശുവിൻ്റെ രണ്ടാം വരവ് ആഗതനായിട്ടില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും യേശുനാഥൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകി. നമ്മുടെ കാലുകളിൽ കൂടി നമ്മൾ സഞ്ചരിച്ച് യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു. നമ്മളുടെ കണ്ണുകൾ കൊണ്ട് മറ്റുള്ളവരെ കരുണയോടെ ആകൃതിയോടെ വീക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കരങ്ങളിൽ കൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനും നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഈ വിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്, ആർക്ക് കൂടുതൽ നൽകിയോ അവരിൽ നിന്ന് കൂടുതൽ ലഭിച്ചു. നമ്മളെല്ലാവരും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ വായനയിൽ നമ്മോട് പറയുകയുണ്ടായി,
വിജാതിയർക്ക് സുവിശേഷം പ്രസംഗിക്കുവാനാണ് കർത്താവായ ദൈവം എളിയവനായ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെയും യേശുവിൻ്റെ കൂട്ടായ്മയിലേക്ക്, സഭയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ യേശുവിൻ്റെ ഉപകരണമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ ജീവിതം മുഴുവനും തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ചു എന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ എഫെസ്യുസ്കാർക്ക് എഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ റോമിലെ വീട്ടുതടങ്കിൽ ആയിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുകയും അയക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ പോലെ തന്നെയാണ്. നമ്മളും ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മളും അപ്പോസ്തലന്മാരെ പോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും, മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും, മറ്റുള്ളവർക്ക് കരുണയോടെ ആർദ്രതയോടെ അവരെ വീക്ഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്വം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ മനസ്സിലാക്കിയതുപോലെ, പരിശുദ്ധ കന്യാമറിയം മനസ്സിലാക്കിയതുപോലെ, വിശുദ്ധ ഔസേപ്പിതാവ് മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം, നമ്മുടെ കാലുകൾ, നമ്മുടെ കരങ്ങൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ഹൃദയം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഇന്നത്തെ ദൈവബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മൗലിക തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധനായ പിതാവേ, ഈ സ്തോത്രബലി അർപ്പിക്കുന്ന ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അങ്ങ് ഏകജാതന് ഒരു പിതാവിനെന്ന പോലെ പൈതൃക സംരക്ഷണം
നൽകാൻ അനുഗ്രഹം നൽകിയ വിശുദ്ധ ഔസേപ്പിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ ശക്തിപ്പെടുമാറാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. വിശുദ്ധ ഔസേപ്പിന്റെ വണക്കം ആചരിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളാൽ അങ്ങേ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണ്. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിനും ദില്യപ്പനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന് വൈദിക സംരക്ഷണം നൽകുവാൻ കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ ഔസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിന്മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖന്മാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സേറാഫിന്മാരും ഒരുമിച്ച് ആഹ്ലാദപൂർവ്വം വാഴ്ത്തിക്കൊള്ളുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ പറഞ്ഞു ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാണ്. ആകയാൽ അങ്ങേ ആത്മാവാൽ മനുഷ്യനും പോലെ ഈ കാണിക്കകൾ പവിത്രമാകും. അങ്ങേ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അർപ്പിച്ചു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും
അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനും സനാതനമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയോട് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദികഗണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഈ ലോകത്തിൽ ഞങ്ങളുടെ മക്കളെ കുറിച്ച അങ്ങയുടെ ദാസർ മേരി ജോസഫ്, ജോണി ഗോംസ്, വിരോണി അന്തപ്പൻ, ക്രിസ്റ്റീന, വിൽസൺ ബോസ്കോ, ജോസഫ് ബോസ്കോ, ഫിലോമിന തോമസ്, തങ്കമ്മ എന്നിവരെ ഓർക്കണമേ. ക്രിസ്തുവിൽ അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്നവരെ അവിടുത്തെ ഉദ്ധാനത്തിന് കൊണ്ടാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോട്ടുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ വിശുദ്ധരോടുമൊത്ത് നിത്യജീവിതത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായി നിർഭയം നമുക്ക് അപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം കണ്ടാർക്കും അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയും.
എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുവാണ്. ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭാഗത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല. അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങേനുള്ളിൽ വരണമേ. അങ്ങേന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പാടാമാരാധന
തൂവിള്ള ഹോസ്തിയിൽ വാഴുമെന്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃദയം. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. ഉണ്ണയാൻ മൂടുമെന്റെ മാനസം. അറിയിപ്പ്: നാളെ വൈകിട്ട് 6:30 നമ്മുടെ ദേവാലയത്തിൽ ജപമാലയും ദിവ്യബലിയും ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ ജപമാലയ്ക്കും ദിവ്യബലിക്കും നേതൃത്വം നൽകുന്നത് സൊഡാൽറ്റി ഗ്രൂപ്പ് അംഗങ്ങളാണ്. 40 മണി ആരാധനയുടെ ഒരുക്കത്തിനുള്ള പ്രാർത്ഥന. എല്ലാവരും ഏറ്റുചൊല്ലുക. സ്നേഹസ്വരൂപനായ ദൈവമേ, സ്നേഹസ്വരൂപനായ ദൈവമേ, വടുതല ഡോൺ ബോസ്കോയിൽ വടുതല ഡോൺ ബോസ്കോയെ പരിശുദ്ധ തട്ടാഴ്ത്തമ്മയുടെ ദേവാലയത്തിൽ പരിശുദ്ധ തട്ടാഴ്ത്തമ്മയുടെ ദേവാലയത്തിൽ ഒക്ടോബർ 23, 24, 25 തീയതികളിൽ ഒക്ടോബർ 23, 24, 25 തീയതികളിൽ നടത്തുന്ന 40 മണി ആരാധനയെ 40 മണി ആരാധനയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനത്തിൽ പ്രചോദിതമായി ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കുവാൻ അങ്ങയുടെ അനന്തമായ കൃപ യാചിച്ചുകൊണ്ട് ആരാധനയുടെ വിജയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹത്തമായ ദിവ്യരഹസ്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നതിന് നീതിമാനും അനുസരണമുള്ളവരുമായ വിശുദ്ധ ഔസേപ്പ് അവിടുത്തെ ശുശ്രൂഷിച്ചുവല്ലോ. ഈ വിശുദ്ധന്റെ മാതൃകയാലും മധ്യസ്ഥത്താലും ജീവദായകമായ കൂദാശയാൽ നവീകരിക്കപ്പെട്ട ഞങ്ങൾ നീതിയിലും വിശുദ്ധിയിലും അങ്ങേയ്ക്കായി നിരന്തരം ജീവിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകലനന്മ സർവേശ്വര കർത്താവേ, എളിയതും അങ്ങയുടെ പാത്രമായ ഞങ്ങൾ നിശ്ചയപ്രതാപവാനായ അങ്ങയുടെ സ്ഥിതിയിൽ പ്രാർത്ഥിക്കാൻ ഏകരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവം ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാതാനസയ്ക്ക് ജപമാലർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഏർപ്പെടുന്ന ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്തതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസമാണ് സർവശക്തനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും പിതാവുമായ ഏകദൈവത്തിനെ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനം സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി
മനുഷ്യരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. സകത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ നിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായ ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുമാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദീർഘഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധമറിയമേ, ഞങ്ങളെ ദൈവശരണമെന്ന പുണ്യമുണ്ടായവളെന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദീർഘഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ, ഞങ്ങളുടെ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായ വളർത്തുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,